സിപിഎമ്മിന്റെ പാർട്ടി ഓഫീസിലെ റെയ്ഡിനെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി. റെയ്ഡ് രാഷ്ട്രീയ പ്രവർത്തകരെ ഇകഴ്ത്തിക്കാട്ടാനുള്ള ശ്രമത്തിന്റെ ഭാഗമെന്നും മുഖ്യമന്ത്രി. സിപിഎമ്മിന്റെ തിരുവനന്തപുരത്തെ പാർട്ടി ഓഫീസിൽ പോലീസ് ഓഫീസർ ചൈത്ര തെരേസ ജോണിന്റെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിയമസഭയിൽ നടത്തിയത്. രാഷ്ട്രീയ പ്രവർത്തകരെ ഇകഴ്ത്തിക്കാട്ടാനുള്ള ശ്രമം പല ഭാഗങ്ങളിൽ നിന്നായി നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ശ്രമത്തിന്റെ ഭാഗമായിരുന്നു കഴിഞ്ഞ ദിവസം പാർട്ടി ഓഫീസിലുണ്ടായ റെയ്ഡ് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രധാന വിമർശനം. ഇതിന്റെ ഒപ്പം അദ്ദേഹം മറ്റു ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കുകയുണ്ടായി. അതിലൊന്ന്, രാഷ്ട്രീയ പാർട്ടികളും അതിന്റെ ഓഫീസുകളും സാധാരണ നിലയിൽ പോലീസ് അന്വേഷണങ്ങളോട് സഹകരിക്കാറാണ് പതിവ്. അത്തരത്തിലൊരു രീതി നിലനിൽക്കെ തന്നെയാണ് ഇങ്ങനെ ഒരു റെയ്ഡ് ഉണ്ടായത്. ഇത്തരത്തിലുള്ള നടപടികളുമായി പോലീസ് ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോയാൽ അതിനെതിരെ നടപടി ഉണ്ടാകും എന്നും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. നേരത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നിയമസഭയിൽ ഉന്നയിച്ച സബ്മിഷന് മറുപടി പറയവെയാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ രൂക്ഷമായ വിമർശനങ്ങൾ ഈ റെയ്ഡിന് എതിരായി നടത്തിയത്. പ്രതിപക്ഷ നേതാവ് സബ്മിഷൻ ഉന്നയിച്ചുകൊണ്ട് നിയമസഭയിൽ ചൂണ്ടിക്കാട്ടിയ ചില കാര്യങ്ങളുണ്ട്. ചൈത്ര തെരേസ ജോൺ നടത്തിയത് അവരുടെ നിയമപരമായ നടപടി മാത്രമായിരുന്നു നടത്തിയത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഒപ്പം ഇങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്താൽ അത് യുവ ഓഫീസർമാരുടെ മനോവീര്യം കെടുത്തുന്ന നടപടിയായിരിക്കുമെന്നും ചെന്നിത്തല ചൂണ്ടിക്കാട്ടുകയുണ്ടായി. നേരത്തെ ഈ വിഷയത്തിൽ അന്വേഷണം നടത്തിയ ADGP മനോജ് എബ്രഹാം സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയ്ക്ക് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകുകയുണ്ടായി. ആ റിപ്പോർട്ടിൽ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ചൈത്ര തെരേസ ജോൺ നിയമപരമായ നടപടികളുമായി മാത്രമാണ് മുന്നോട്ട് പോയത് എന്ന് ആ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. എന്നാൽ അവർ കുറച്ചുകൂടി ജാഗ്രത ഈ വിഷയത്തിൽ പുലർത്തേണ്ടതുണ്ടായിരുന്നു എന്ന് മാത്രമായിരുന്നു ആ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് ചൈത്ര തെരേസ ജോണിനെതിരെ ഈ വിഷയത്തിൽ ഒരു കർക്കശമായ നടപടി ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. നേരത്തെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ അടക്കമുള്ളവർ, തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ അടക്കമുള്ളവർ ചൈത്ര തെരേസ ജോണിനെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട CPM-ന്റെ പരാതിയുടെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു ADGP-യോട് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത്. നേരത്തെ ചൈത്ര തെരേസ ജോൺ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഈ CPM-ന്റെ പാർട്ടി ഓഫീസ് റെയ്ഡ് നടത്തിയതിന് തൊട്ടു പിന്നാലെ അവരെ DCP ചുമതലകളിൽ നിന്നടക്കം മാറ്റിയിരുന്നു. ഇത് വൻ വിവാദത്തിന് വഴിവെക്കുകയും ചെയ്തിരുന്നു.